guys. ഡാൻസ് കളിക്കും. ഞാനും റോസൊക്കെ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ചേച്ചി അനിയത്തിയതല്ല, എന്താ പറയാ, ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ കാരണം നമ്മുടെ പറമ്പിലെ ഗ്യാങ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ബ്രദേഴ്സ് ആണ് എല്ലാവരും. Hi guys. Good morning. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ്, തമ്മനത്താണ്. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഇവിടത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന്. ഞാൻ ഇപ്പം എണീക്കണത് 9:30 ചിന്നന്റെ കുളിയൊക്കെ കഴിഞ്ഞല്ലേ? ആരാ കുളിപ്പിച്ച? അമ്മാമ കുളിപ്പിച്ച്. പാപ്പ നിന്നാ ഇവിടെ എന്നാ പിന്നെ നമുക്ക് വേറെ പണിയൊന്നും എടുക്കണ്ട, ഫുൾ അമ്മ നോക്കിക്കോളും. അപ്പൊ നമുക്കിന്ന് എന്താ സ്പെഷ്യൽ ഫുഡ് നിന്ന് നോക്കിയാലോ രാവിലത്തെ. അങ്ങനെ രാവിലെ എണീറ്റ പാടച്ചുനൻ അപ്പാപ്പന്റെ പുറകെ നടക്കലായിരുന്നേ. ഞാൻ എനിക്ക് നന്നായിട്ട് വൈകിക്കൊണ്ട് തന്നെ ഇവരെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. പിന്നെ ഞങ്ങളുടെ അപ്പന്റെ സ്ഥിരം പരിപാടിയാണ് നല്ല വോളിയത്തിൽ പാട്ട് വെക്കുക എന്നുള്ളത്. അത് നമ്മുടെ പഞ്ചായത്ത് മൊത്തം കേൾക്കാവുന്ന സൗണ്ടിലായിട്ട് അപ്പം വെക്കോളൂ. അങ്ങനെ ഉച്ചത്തിൽ പാട്ട് വെക്കണത് അയൽവക്കത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ദിവസം അപ്പം പാട്ട് വെച്ചില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും, എന്താ ജോസ്റ്റേട്ടാ ഇന്ന് പാട്ട് വെച്ചില്ലേന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചത്. പിന്നെ നല്ല ഗോതമ്പ് പുട്ടും. ചുന്നന് വേണ്ടിയാണ് കേട്ടാ അതിലിച്ചിരി അരിപ്പുട്ട് ഉണ്ടായത്. ഞാൻ പക്ഷേ ഗോതമ്പ് പുട്ടും ആ ബീഫ് കറിയും കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു. കിട്ടില്ലൻ ടേസ്റ്റ് ആണ് കേട്ടോ. തലേ ദിവസത്തെ കറിയും കൂടി ആകുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ഈ കറി നമ്മുടെ വീട്ടിൽ മസ്റ്റ് ആണ്. കുറച്ച് ഉരുളക്കിഴങ്ങും നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഈ കറി അപ്പന്റെ ഫേവറേറ്റ് ആണ്. എന്റെ തീറ്റ കണ്ടിട്ട് എന്നെ കളിയാക്കണ കേട്ടോ അമ്മ. നമ്മ ഈ ചട്ടിയെ കണ്ടാ വിടോ? അതിപ്പോ ഇറച്ചിക്കറി വെച്ച ചട്ടിയാണെങ്കിലും ശരി, മീൻ കറി വെച്ച ചട്ടിയാണെങ്കിലും ശരി, പാനം പൊളി ഐറ്റം തന്നെ കേട്ടോ. ഈ തേങ്ങാപ്പാലിട്ട കറിക്ക് ഞങ്ങളുടെ വീട്ടിലെ കസിൻസ് എല്ലാവരും ഫാൻസ് ആണ് കേട്ടോ. അവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. ഉരുളക്കിഴങ്ങിട്ട് ഉണ്ടാക്കിയാലും നല്ല മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറുക്കിയെടുക്കലാണ് പതിവ്. ഇവിടെ നേരെ തിരിച്ചാണ് നല്ല രീതിയിൽ തേങ്ങാപ്പാലിട്ട് നല്ല ചാറ് കറിയാക്കി വെക്കും. അങ്ങനെ ഒരുവിധം ഞാനും പുട്ടും തമ്മിൽ യുദ്ധമൊക്കെ അങ്ങോട്ട് അവസാനിച്ചിട്ട് അപ്പൊ അമ്മ നല്ല മസാല ചായ അങ്ങോട്ട് ഇട്ട് തന്നു. ഈ ഗ്രാമ്പൂ ഏലക്ക പട്ടയൊക്കെ ഇട്ട് നല്ല ഫ്ലേവറുള്ള മസാല ചായ. ഭയങ്കര ഓവർ മധുരം ഒന്നും പാടില്ലട്ടാ, നേരി മധുരം മാത്രമേ പാടുള്ളൂ. അങ്ങനെ പുറത്തങ്ങാടും ഇങ്ങോട്ടൊക്കെ നടന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാ. ചെറിയ തോട്ടം ഉണ്ടാ. ഇതാ ഈ മാവിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അന്നൊരു കുഞ്ഞു തയ്യാറുന്നു പെട്ടെന്ന് തന്നെ. അത് എത്ര പെട്ടെന്നാ വളർന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടാ. ചെറിയ പേരക്ക മരം, ഇതില് കായ്ക്കുമെന്ന് പറഞ്ഞു, ഇതുവരെ കായ്ച്ചിട്ടില്ല. നമ്മുടെ നാടൻ ചീര. പിന്നെ ഇതൊക്കെ വെറുതെ ഒരു ഷോയ്ക്ക് വെക്കുന്ന ചെടികളാണ് കേട്ടോ. ദിസ് ഈസ് മൈ ഹോം. ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഉണ്ണിച്ചേട്ടനാട്ടാ. അപ്പൊ എന്റെ കാലിന് വൈകുന്നേരം കാണാൻ വേണ്ടി വന്നേക്കണേ കേട്ടാ. പിന്നെ ഒരു ലോഡ് വിശേഷം പറഞ്ഞ ഇരിപ്പായി. ഹലോ. അപ്പൊ ഞാൻ ചുന്നന ഉറക്കാൻ പോണേണ് അല്ലേ ചുന്ന? ഇത് നമുക്ക് വേറെ പണിയൊന്നും ഇല്ല അല്ലേ ഗായ്സ്? അപ്പൊ ചുന്നന എന്താ വേണ്ട റോസിനോട് പറ. തോക്ക് വേണം റോസ്. ചുന്നന് തോക്ക് വേണം. നീ ഊട്ടി പോയപ്പോ വാങ്ങിച്ചില്ലേ ചുന്നന്? വേണം പറ. ഇപ്പൊ എത്രയും പെട്ടെന്ന് ചുന്നന് ആ തോക്ക് റോസ് കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ചോറൊക്കെ പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അമ്മേനെ കണ്ട എന്തെങ്കിലും പറഞ്ഞ് തല്ലുപിടിപ്പിക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അതേപോലെ ഞങ്ങൾ കണ്ണി കണ്ട് നല്ല ഡീമാണ്ട. അല്ലെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിൽ വരണമെങ്കിൽ പണിയൊന്നും ചെയ്യാൻ തോന്നത്തില്ല. പിന്നെ പ്രത്യേകിച്ച് അമ്മ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മ ഒന്നും ചെയ്യില്ല. കാരണം ഇത് കുളിപ്പിക്കലും പല്ലിയേക്കലും എല്ലാം അമ്മ നോക്കിക്കോളും. അത് ഓൾമോസ്റ്റ് എല്ലാ പെൺപിള്ളേരും കല്യാണം കഴിഞ്ഞ പെൺപിള്ളേരുടെ അവസ്ഥ തന്നെയായിരിക്കും. ഇഷ്ടമല്ല അപ്പോൾ ഫുഡ് കഴിക്കുക, വയറ് നിറയെ ഫുഡ് കഴിക്കുക, ഉറങ്ങുക. നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ രാവിലെ അല്ല എന്നാലും എണീറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഉച്ചക്കത്തെ ഫുഡ്, കൊച്ചിനെ കുളിപ്പിക്കണം, ഫുഡ് കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പണി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മടിയാണ്. അതേപോലെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും 2 ദിവസത്തേക്ക് നമുക്ക് എല്ലാം ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്തപ്പാടുണ്ടാവുമല്ലോ. അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചക്ക് നിന്ന് പോകണമെങ്കിൽ പിന്നെ തീർന്ന് കഥ. പിന്നെ നമ്മുടെ അമ്മ വീട്ടിൽ പോകുമ്പോഴും സെയിം സിറ്റുവേഷനാണ്. അതായത് നമ്മുടെ കസിൻസും പിള്ളേരെല്ലാവരും കൂടെ അലമ്പ് പരിപാടി എന്ന് പറയുക. രാവിലെ എണീറ്റ് രാത്രി വൈകി കിടന്ന് രാവിലെ വൈകി എണീറ്റ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കൽ തന്നെയാണ്. പിന്നെ ഫുഡ് കാരണം മാങ്ങയും ചാമ്പയ്ക്കയും എല്ലാം പറിച്ച് തിന്നല്, ഇതൊക്കെ തന്നെ. പക്ഷെ എനിക്ക് ഇത്ര വയസ്സായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഗ്യാങ്, അതായത് നമ്മുടെ കസിൻസ് കൂടുമ്പോഴത്തേക്കും ആ ഒരു വൈബ് എന്താ പറയുക, നമ്മൾ ആ ഒരു ചേച്ചി എന്നുള്ളൊരു ഇതല്ല. പ്രത്യേകിച്ച് എടുത്തു പറയണമെങ്കിൽ അവരുടെ എല്ലാ തിണ്ടിത്തരത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. അതിനിട്ട് ഫുള്ള് വഴക്ക് കേൾക്കണത് ജിനി ചേച്ചിക്കായിരിക്കും. അതും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്ത് ഇവൾമാരായിരിക്കും ഫസ്റ്റ് തുടക്കിടുന്നത്. എന്നിട്ട് ഒറ്റെണ്ണം
പറയില്ല എല്ലാവരെയും കാണുക, പറയാനായിട്ട് ചേച്ചീനെ തള്ളി വരും. എന്നിട്ട് ഞാനത് അവിടെ പോയിട്ട് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. നീ എന്തിനാണ് ഇത്രയും പിള്ളേരെയും കൊണ്ട് എങ്ങനെ പോകും, നീ നോക്കാൻ പറ്റുമോ, ഇതാണ് ഏത് ദിവസം നമ്മ അതൊന്നും പറയുന്നത് കേൾക്കാണ്ട് നമ്മ എല്ലാവരും കൂടെ പോകും. അത് വേറെ കാര്യം കേട്ടാ. പ്രത്യേകിച്ച് 5 ദിവസം കൂടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്നൊക്കെ കൂടുതലും എടുത്തു പറയേണ്ടത് നമ്മുടെ റോസും സ്നേഹം തന്നെ. പിറ്റേ ദിവസം അവർക്ക് എക്സാം ആയിരിക്കും. എന്നാലും ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ 2 പേര് എപ്പോഴാണെങ്കിലും എനി ടൈം അവർ ഓടിയെത്തോട്ടാ. ചിലപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞാൽ എടപ്പള്ളിയിൽ നിന്ന് കയറി വൈപ്പിൻ വരെ എത്തണം, എന്നാലും അവർ ഓടിയെത്തോട്ടാ. എനിക്കത് കാണണമെന്ന് തോന്നണമെങ്കിൽ അപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ റീനാൻ്റെ അതിന് നോ പറഞ്ഞിട്ടില്ല. ഞാനും റോസും ഒക്കെ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ചേച്ചി അനിയത്തിയതല്ല, എന്താ പറയുക, ജസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഓപ്പണായിട്ട് പറയാം. കസിൻസിൻ്റെ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ബോണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ശരിക്കും ലക്കിയാണ്. എനിക്ക് അത്ര പറയാനുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ചില സമയങ്ങൾ, ഒറ്റപ്പെട്ട സമയങ്ങളിൽ എപ്പോഴും ഞാൻ എൻ്റെ മൈൻഡിൽ നമ്മുടെ കസിൻസിനെയാണ് ഞാൻ വിളിക്കാറുള്ളൂ. അവർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ചുരുക്കം കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ തന്നത് എൻ്റെ സൽമാനാണ്. സൽമാൻ്റെ അതായത് നമ്മുടെ പറമ്പിലെ ഗ്യാങ് എന്ന് പറയണത് എനിക്ക് എൻ്റെ സ്വന്തം ബ്രദേഴ്സാണ് എല്ലാവരും. ചേട്ടന്മാരും അനിയന്മാരും ഉണ്ട്, പല ഏജിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരായിരിക്കില്ല, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ആരും തന്നെ നമുക്ക് വേണ്ടി ഓടിയെത്തുന്നത്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് എന്താ പറയുക, എനിക്കത് കല്യാണത്തിന് ശേഷമാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിലായത്. ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണമെന്ന്. എൻ്റെ ലൈഫിൽ കുറച്ച് ബാഡ് ടൈമിലൂടെയാണ് ഞാൻ കുറച്ച് റീസെൻ്റ്ലി ഞാൻ കടന്നു പോയത്, കുറച്ച് ടൈമിൽ. അപ്പോൾ എനിക്ക് കൂടുതലും എൻ്റെ ലൈഫിൽ എനിക്ക് കൂടുതൽ കണക്റ്റ് ആയത് നമ്മുടെ ഫ്രണ്ട്സാണ്, ചേട്ടന്മാർ. അപ്പോൾ അവർ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ. അയ്യോ ഭയങ്കര ഇതാണ്, മറ്റാൾ മറിച്ചത്, അങ്ങനെ കുറേ കളവുകളാണ്. അപ്പോൾ അവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് കൂടുതൽ സപ്പോർട്ട് തന്നത് നമ്മുടെ ഈ ചേട്ടന്മാരാണ്, നമ്മുടെ അനിയന്മാരാണ്. അപ്പോൾ അവന്മാർ എപ്പോഴും എന്നോട് പറയുന്നത്, ചേച്ചി വേറെ ഒന്നും നോക്കണ്ട, ചേച്ചിനെ കളിയാക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഒരു 500 സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ വേണ്ടി ഞാൻ പാടുപെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ജോലിയൊക്കെ നിർത്തി കൊച്ചിനെ നോക്കാൻ വീട്ടിൽ ഇരിക്കുന്ന ടൈം, ആ ടൈമിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങാൻ പ്ലാൻ ചെയ്യണത്. അതായത് നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അപ്പം നമ്മുടെ കൂടെ ഏത് ആവശ്യത്തിനും കട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമ്മെപ്പോഴും കൂടെ നിർത്തണം. അല്ലാത്ത നമ്മളെ കളിയാക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യരുത്, പോവാൻ പറയണം. ചുന്ന ഇഷ്ടം പപ്പ കഞ്ഞി, അമ്മ ചോറ്, അമ്മമ്മ അങ്ങനെ എല്ലാരും കൂടെ ഒന്ന് ഉച്ചയൂണൊക്കെ കഴിച്ചിട്ടാ. അങ്ങനെ വലിയ ആർഭാട കറികളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നെല്ലിക്കച്ചാറും മുട്ട വറുത്തതും പപ്പങ്ങ വരത്തിയതും ആയിരുന്നു കേട്ടാ. ഈ പപ്പങ്ങ വരത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. തലേന്ന് ഫുള്ള് ബീഫായതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് വേണമെന്നും ഉണ്ടായില്ല കേട്ടോ ഒന്നും. കപ്പങ്ങ, മുട്ട വറുത്തത്, അച്ചാറ്, അങ്ങനെ നാരങ്ങാച്ചാറും മുട്ട വറുത്തതും പപ്പങ്ങായും കൂടി അടിപൊളിയായിട്ട് ഊണ് കഴിച്ചിട്ടാ. സവാളയും 2 പച്ചമുളകും കുറച്ച് മുളക് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പപ്പങ്ങ കറി അടിപൊളിയാണ് കേട്ടാ. വേറെ കറിയൊന്നും വേണമെന്നില്ല. അങ്ങനെ ചുണ്ണിന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് TV ഒക്കെ കണ്ട് നൈസായിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടാ. ഹായ് പറഞ്ഞേ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞോൻ ചേട്ടൻ്റെ കടയിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഇത് തന്നെയാണ് വീട്. കട പൂട്ടി ചുന്നോ, എന്ത് ചെയ്യും? കട പൂട്ടി ഗൈസ്. ഉച്ചക്ക് ചോറിനാൻ പോയി. ഒരു ഉച്ചയ്ക്ക് ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയിട്ടാ. വേറെ നല്ല കടയിലൊന്ന് പോകണമായിരുന്നു. വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഏത്തപ്പഴം വാങ്ങണമായിരുന്നു. പിന്നെ പാലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാനുണ്ടായി. അങ്ങനെ റെഡിയായി കണ്ണാടിന്റെ മുമ്പിൽ കുറച്ച് കോപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടാ. വാതു പരിചയപ്പെടുത്താം, ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ കൂട്ടുകാരി ആദു. ചിരിക്കി അതിന് ചമ്മലും. വഴി പോണ ചില ആൾക്കാർക്ക് എന്നെ നോക്കണ്ടായിട്ടാ, ഈ പെണ്ണെന്താ ഫോണിൽ ക്യാമറയും പിടിച്ച് നടക്കണേന്ന്. അവർക്ക് അറിയില്ലല്ലോ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ എടുക്കണേന്ന്. അങ്ങനെ നടന്ന് നമ്മുടെ കട എത്തിയിട്ടാ. കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീടോട്ട് ഇറങ്ങിയിട്ടാ.
വീടിന്റെ അടുത്തുള്ള ചേച്ചിയൊക്കെ മതിലിൽ നിന്ന് എത്തി നോക്കണ്ടായി ഈ പെണ്ണെന്താ വട്ടായെന്ന്. പിന്നെ നമ്മ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടാ, നോക്കണവരങ്ങനെ നോക്കട്ടെ അല്ലേ. അങ്ങനെ നടന്ന് നമ്മുടെ വീടെത്തിയിട്ടാ. അമ്മ പുറത്തുനിന്ന് വരുമ്പോഴും വീടെടുത്താണടി വന്നേന്നുള്ള അയ്യോ വിളിയാണ് ടിപ്പി കേൾക്കണത്. അങ്ങനെ കടയിൽ നിന്ന് നടന്ന് വന്നപ്പോഴത്തേക്ക് ഉണ്ണിച്ചേട്ടൻ നമുക്ക് വേണ്ടി പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാ. ഭയങ്കരമായിട്ട് പായസത്തിന് ഇതാക്കില്ലേ. പാൽപ്പായസം പ്രഗ്നന്റ് ആയപ്പോൾ എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയായിരുന്നുണ്ടാ. അതേപോലെ തന്നെ ആ കൊതി കൊച്ചിനും അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് അമ്മ പറഞ്ഞത്. നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പൊ അവിടെ നല്ല പായസം ഉണ്ട്. പിന്നെ നമ്മ കൈയോടെ പഴം പൊരിക്കാനുള്ള തിരക്കിലായിരുന്നു. വേണ്ടി മൈദയൊക്കെ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിട്ടാ. അതാകുമ്പോ പെട്ടെന്ന് കാര്യം കഴിയും. അങ്ങനെ നമ്മ ഓരോ പഴംപൊരി ഇട്ടുകൊണ്ടിരിക്കും, ഓരോന്നും ഞങ്ങൾ തിന്നുകൊണ്ടേയിരിക്കും. ഇന്ന് എണീറ്റിട്ടോ ചിന്ന നോക്കിയേ ഒക്കെന്നോ ഓക്കെ പഴംപൊരി അമ്മ കൊണ്ടുവന്നേക്കണ്. ചുന്നന് അമ്മ കൊണ്ടുവന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ചുണ്ടനൊന്നും കൊഞ്ചിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പ്രാന്തായിട്ടാണ് അവൾ എണീക്കോളൂ. അങ്ങനെ ചെയ്യണതും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ടൊക്കെ നമ്മ കട എണീപ്പിച്ചെടുക്കോട്ടാ. വെള്ളം ഹാപ്പി ടു അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോഴേക്കും അപ്പനായിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് റൗണ്ട് അടിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ അപ്പനും വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോഴത്തേക്കും എന്നാ പിന്നെ നമുക്ക് തമ്മനം വരെ ഒന്ന് പോയിട്ട് ഇവർക്ക് മിഠായി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞേ. അപ്പൊ അപ്പ എന്തോ വാങ്ങിച്ചെന്ന് മിഠായി. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും സൽമാൻ ഒരു ലോഡ് മീനായിട്ട് വന്നിട്ടുണ്ടായിട്ടാ. ഭാഗ്യത്തിനെല്ലാം അരിഞ്ഞു പിടിച്ചു കൊണ്ടുവന്നതുകൊണ്ട് നേരെ അങ്ങോട്ട് കറി വെച്ചാൽ മതിയായിരുന്നു. കൊച്ചിന്റെ പായസം കട്ട് കുടിക്കണു ഗൈസ്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് അപ്പന്റെ കാലം നേരെ മരുന്നൊക്കെ വെച്ച് കൊടുത്ത് നമ്മ നേരെ കറിക്കുള്ള പരിപാടിക്ക് തുടങ്ങിയിട്ടാ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെയൊക്കെ പൈപ്പ് ലൈൻ ഗ്യാസ് ഒക്കെ വന്നിട്ട് സംഭവം ഭയങ്കര സ്പീഡിലെല്ലാം കുക്ക് ആവണുണ്ട് കേട്ടാ. ഒരിക്കറിക്കുള്ള സംഭവം കേട്ടോ. അങ്ങനെ കുഞ്ഞുള്ളി മുളകൊക്കെ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടാ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടാ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇടണം. തക്കാളി ഇടാട്ടാ. ഇവിടെ പൊതുവേ എല്ലാവർക്കും മുളക് ഇട്ടിട്ടുണ്ടാക്കാനാണ് ഇഷ്ടം. പിന്നെ തക്കാളി ഇടുന്നേക്കാളും കൂടുതൽ ഇഷ്ടം കുടംപുളി ഇടാനാണ് കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് ഇപ്പൊ ശീലിച്ചുകൊണ്ട് തക്കാളി ഇട്ട് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കണ കറി അപ്പന് ഭയങ്കര ഇഷ്ടമായിട്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സൽമാനാണെങ്കിൽ തക്കാളി ഇട്ട് മാത്രം ഇഷ്ടം, അപ്പനാണെങ്കിൽ നേരെ തിരിച്ച് കുടംപുളി. പിന്നെ ഞാൻ വന്നിവിടെ തക്കാളി ഇട്ട് ഉണ്ടാക്കി അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാ. പണ്ടാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു, എനിക്ക് കുടംപുളി ഇട്ടതാണെന്ന് ഇഷ്ടം. അവിടെ ചെന്നേ പിന്നെ മമ്മി ഉണ്ടാക്കുന്നത് കണ്ട് തക്കാളി ഇട്ടാണ് എനിക്കിപ്പോൾ ഇഷ്ടം. എന്താണല്ലേ ഓരോരോ മാറ്റങ്ങളെ. ആവോലി ഫ്രൈ. അങ്ങനെ എല്ലാവർക്കും ഓരോ കഷ്ണം വരെ നമ്മൾ വറക്കാൻ വെച്ചിട്ടാ. നല്ല വലിയ പീസായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയും. അങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടാ. നല്ല എരിവും പുളിയൊക്കെ പിടിച്ച ഒന്നാന്തര മീൻകറി. ആ തക്കാളിയുടെ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കിഡിലനായിരുന്നിട്ടാ. കണ്ടാ ഞാൻ വെച്ച മീൻകറി കണ്ടോ. അങ്ങനെ മീൻ വറുത്തൊക്കെ നമ്മ ഓരോ പ്ലേറ്റിലാക്കി എടുത്ത് മാറ്റിയിട്ടാ. അങ്ങനെ അമ്മാമനെ കൊണ്ട് മുണ്ടിരിപ്പിക്കാനുള്ള തിരക്കിലാണ് ചുന്നൻ. ഇട്ടിട്ടിട്ടോ അങ്ങോട്ട് ശരിയാവുള്ള സംഭവം. ഡാൻസ് കളിക്ക് വേണ്ട. നല്ല ചൂട് കുത്തിരി ചോറും നമ്മുടെ ആവോലി വറുത്തതും ആവോലിക്കറിയും അടിപൊളിയായിരുന്നു.
പിന്നെ തക്കാളി ഇട്ടപ്പോൾ പുളി ഒട്ടും പോരെന്ന് പറഞ്ഞാൽ അമ്മ ഒരു കുടമ്പുളി എടുത്ത് അതിലോട്ട് ഇട്ടിട്ടാ. അപ്പോഴാണ് കേട്ടോ അമ്മക്ക് സമാധാനമായത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് വയർ നിറച്ച് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞാനും എടുത്ത് ഒരു തലയും ഒരു നടുക്കഷ്ണവും വന്നപ്പോ തലക്ക് വേണ്ടി ഫുൾ ഇടിയാണ്ടാ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കൊഴിച്ചിട്ട് പിടിപിടിച്ച്. ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടെ ഒരു റൗണ്ട് അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടാ. അങ്ങനെ വയറ്റിൽ വഴി ഇറങ്ങി പാലാരട്ടം വഴി വന്നിട്ടാ ഐസ്ക്രീം കഴിക്കാൻ വന്നാണ് ഗൈസ്. പക്ഷെ ഐസ്ക്രീം കിട്ടിയില്ല അല്ല ചിന്ന. മോമോസ് വാങ്ങിച്ചു. മോമോസ് വാങ്ങിച്ചു. മോമോസ്. നമ്മുടെ പാലാട്ടം 24 കടയിൽ നിന്നാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് കിടക്കാനായിട്ട് റെഡി ആയിട്ടാ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മയപ്പൊക്കെ കിടന്നിട്ടുണ്ടായിട്ടാ. അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.